നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സർവീസ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും യാത്രക്കാരും നഗരസഭാ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജില്ലയിൽ വയറിളക്കം രോഗബാധ വ്യാപകമായി, ജാഗ്രതയോടെ നീങ്ങണമെന്ന് ആരോഗ്യ വിഭാഗം. സർക്കാർ നയം നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ചുവെന്ന് ലെൻസ്ഫെഡ്. വൈദ്യുതി കാര്യാലയം അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ചതിൽ പാലക്കാട് വൈദ്യുതി ജീവനക്കാരുടെ സംയുക്ത പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിക്കുക, ബസ് സർവീസ് ഉടൻ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് താങ്ങും തണലിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് നഗരസഭയിലേക്ക് ഓർമ്മപ്പെടുത്തൽ സമരം നടത്തി. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ അപകടങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വ്യാപാര കൂട്ടായ്മയായ താങ്ങും തള്ളും സംഘടിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തൽ സമരമാണ് ഈ വഴിത്താടിയുടെ കടന്നുവരുന്നത്. അധികാരം കഴിയാവുന്ന വെള്ളച്ചക്രം കഴിയാവുന്ന ഭരണാധികാരികളുടെ കെടുകാര്യസ്ഥിതിക്ക് കാര്യക്രമം ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചാണ് ഈ വഴിത്താടിയുടെ കടന്നുവരികയാണ്. മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് യാത്രക്കാരും പൊതുജനങ്ങളും വ്യാപാരികളുമായി നിരവധി പേർ അണിനിരന്ന ജാഥ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ കൗൺസിലർ സെയ്ദ് മീരാൻ ബാബു ഉദ്ഘാടനം ചെയ്തു. സിദ്ദിഖ് സ്വാഗതം പറഞ്ഞു. സദാം ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ സജിത് എ, മുഹമ്മദ് റാഫി, ടി സക്കറിയ, ഹക്കീം, ജയ്പാൽ, എസ് നിസാർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു. എം ഹസൻ, മുഹമ്മദ് ഷാജി നന്ദിയും പറഞ്ഞു. ജില്ലയിൽ വയറിളക്ക രോഗങ്ങൾ വർദ്ധിക്കുന്നു, ജാഗ്രതയോടെ ആരോഗ്യ വിഭാഗം. ഭക്ഷ്യവിഷബാധ, സൂക്ഷ്മജീവികളായ വൈറസ്, ബാക്ടീരിയ, ഫംഗസ് മുതലായവ കാരണവും മറ്റു രോഗങ്ങളുടെ ലക്ഷണമായും വയറിളക്കം ഉണ്ടാകാം. കോളറ, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഷിഗല്ല, നോറോ, റോട്ടോ തുടങ്ങി അനേകം രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളുടെ പ്രധാന ലക്ഷണമാണ് വയറിളക്കം. രോഗമുണ്ടാകുമ്പോൾ മലത്തിൽ രക്തമുണ്ടെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ലക്ഷണങ്ങൾ മൂർച്ഛിക്കാതെ തുടക്കത്തിൽ തന്നെ ചികിത്സ തേടണം. വയറിളക്കം മൂലം ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഘടകങ്ങളായ ജലവും ലവണങ്ങളും പോഷണങ്ങളും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു. തുടർച്ചയായ വയറിളക്കം മൂലം ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിർജ്ജലീകരണം. ഇത് പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകും. അമിതമായ വയറിളക്കം, അമിതദാഹം, മയക്കം, കഴിഞ്ഞ 6 മണിക്കൂറിനുള്ളിൽ മൂത്രം ഒഴിക്കാതിരിക്കുക, കുഴിഞ്ഞുതാണ കണ്ണുകൾ, വരണ്ട വായും നാക്കും, താഴ്ന്ന ഉച്ചി തുടങ്ങിയ ലക്ഷണങ്ങൾ കുഞ്ഞുങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിക്കണമെന്നും ആരോഗ്യ വിഭാഗം അറിയിച്ചു. വെള്ളം തിളപ്പിച്ചാറിയ ശേഷം മാത്രം കുടിക്കുക. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും മൂടി വയ്ക്കുക. ഭക്ഷണം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് മലമൂത്ര വിസർജന ശേഷവും കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ഈച്ചശല്യം ഒഴിവാക്കുകയും ചെയ്യുക. വയറിളക്കം തുടങ്ങിയാൽ ഉടൻ തന്നെ ഡോക്ടറെയോ ആരോഗ്യ പ്രവർത്തകരെയോ വിവരമറിയിക്കുക. വയറിളക്കം മൂലമുള്ള നിർജ്ജലീകരണം ഒഴിവാക്കാൻ ORS ഉപയോഗിച്ചുള്ള പാനീയ ചികിത്സ ചെയ്യുക. വയറിളക്കം ബാധിച്ച രോഗി ഉപയോഗിച്ച വസ്ത്രങ്ങൾ, പാത്രങ്ങൾ എന്നിവ ഡിറ്റർജന്റ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കണം. പരിചരിക്കുവാൻ സോപ്പ് ഉപയോഗിക്കാനും രോഗിയുടെ വസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ കയ്യുറ ധരിക്കാനും ശ്രദ്ധിക്കണം. തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗമായി സ്വീകരിക്കേണ്ടത്. സർക്കാർ നയം നിർമ്മാണ മേഖലയെ 35 വർഷം പിന്നോട്ടടിച്ചെന്ന് ലെൻസ്ഫെഡ് സ്ഥാപക സെക്രട്ടറി RK മണിശങ്കർ. ഇപ്പോ കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വർഷമാകുമ്പോഴേക്കും ഇപ്പോൾ ലഭ്യമാകുന്ന ഗുണനിലവാരമില്ലാത്ത എംസാൻഡ് ഉപയോഗിച്ച് നിർമ്മിച്ചാൽ വാർത്ത് കഴിഞ്ഞാൽ അത് ലീക്ക് ഉണ്ടാവുന്നു, ചുമരുകൾക്ക് ക്രാക്ക് ഉണ്ടാകുന്നു, യാതൊരു തരത്തിലുള്ള ഗുണനിലവാരം ഉണ്ടാക്കാൻ കഴിയില്ല. അത് പരിശോധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരു തീവട്ടിക്കുള്ള ഒരു ഭാഗത്ത് ഇതിന്റെ ഭാഗമായി നടക്കുന്നു, മറുഭാഗത്ത് ക്വാളിറ്റി ഇല്ലാത്ത നിർമ്മാണം ഉണ്ടാകപ്പെടുന്നു, വേറൊരു ഭാഗത്ത് ജനങ്ങൾക്ക് ആവശ്യമായ രൂപത്തിൽ ന്യായമായ വിലയ്ക്ക് സാധനം ലഭ്യമാകുന്നില്ല. നോക്കൂ, കരിങ്കലിന്റെ അവസ്ഥ വളരെ വളരെ ഗുരുതരമായ അവസ്ഥയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ. ലൈസൻസ് ഉള്ള 2 ക്വാറിയാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഒന്ന് വാണിയംകുളത്തും ഒന്ന് മംഗലത്തും. ഇപ്പൊ കരിങ്കല്ല് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ്. പ്രശ്നപരിഹാര മാർഗങ്ങളിൽ നിന്ന് സർക്കാർ മുഖം തിരിക്കുന്നതിന് പിന്നിൽ മാഫിയകളാണെന്ന സംശയമുണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. തൊഴിലില്ലായ്മ രൂക്ഷമാവുകയും റവന്യൂ വരുമാനം ഗണ്യമായി കുറയുകയും ചെയ്തിട്ടും നിർമ്മാണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ തയ്യാറാവുന്നില്ല. സർക്കാരിന്റെ തെറ്റായ നയം മൂലം നിർമ്മാണ മേഖലയിലെ നിക്ഷേപകരും ഉൽപാദകരും പിന്മാറുകയാണ്. പുഴ ഡാം മണൽ ശേഖരണ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറിയത് എംസാൻഡ് ലോബിയാണ്.
ഉൽപാദക മേഖലയിലെ അവശ്യവസ്തുവായ സിമന്റ് ഉൽപാദകർ തോന്നിയ പോലെ വില കൂട്ടുകയാണ്. പൊതുമേഖലയിലെ സിമന്റ് ഉൽപാദനം 25% വർദ്ധിക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാഴ്വാക്കായി. അമിത വില നൽകിയാലും ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്ത അവസ്ഥയാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ഫീസുകൾ വൻതോതിൽ വർദ്ധിപ്പിച്ചതും തിരിച്ചടിയായി. നിർമ്മാണ പ്രവൃത്തികൾക്കായി 3 ലക്ഷത്തിലധികം അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിലും അനുമതി കൊടുത്തത് 1 ലക്ഷത്തോളം അപേക്ഷകർക്ക് മാത്രമാണ്. നിർമ്മാണ മേഖലയിലെ അവശ്യവസ്തുക്കൾ ഭീമമായ വില നൽകി തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കേണ്ട സ്ഥിതിയാണ്. മേഖലയിലെ തടസ്സങ്ങൾ നീക്കാൻ സർക്കാരിന് ആർജവമില്ല. നിർമ്മാണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി ബഹുജന സംഘടനകളെ അണിനിരത്തി ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും മണിശങ്കർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് BR കൃഷ്ണകുമാർ, സംസ്ഥാന PRO M മനോജ്, ജില്ലാ സെക്രട്ടറി S രാജേഷ്, KS ഹരീഷ്, AR വിജയഭാസ്കർ, V രാജേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തിരുവമ്പാടിയിലെ വൈദ്യുതി കാര്യാലയം അടിച്ചു തകർത്ത് വൈദ്യുതി ജീവനക്കാരനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ജീവനക്കാർ സംയുക്ത പ്രതിഷേധം നടത്തി. ഡിസ്കഷൻ മാത്രം പോകുമ്പോഴല്ല, ലൈനിന്റെ പരിപാലനത്തിനായി ടച്ചിങ്സിനായി മറ്റ് ക്ലിയർസ് മെയിൻ്റെനൻസ് വർക്കുകൾക്ക് പോകുമ്പോഴും ഇത്തരത്തിലുള്ള പ്രതിഷേധം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ പുസ്തകം നോക്കുമ്പോൾ. തിരുവമ്പാടി സംഭവത്തെപ്പറ്റി മുൻപ് പറഞ്ഞവരെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഇനിമേൽ ആവർത്തിക്കാതിരിക്കാൻ അവർക്കെതിരെ മാതൃകാപരമായി അക്രമികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ നടക്കാതിരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന വൈദ്യുതി കാര്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രക്ഷോഭ പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ തൊഴിലാളികൾ സംയുക്തമായി പ്രതിഷേധിച്ചത്. പ്രതിഷേധ യോഗം KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം V മുരുകൻ ഉദ്ഘാടനം ചെയ്തു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം P നിത്യ അധ്യക്ഷത വഹിച്ചു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഷമീം നാട്യമംഗലം, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം MC ആനന്ദൻ, പവർ ബോർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനൂപ്, ഉണ്ണികൃഷ്ണൻ, രമേശ്, അനീഷ്, ജലീൽ, മണികണ്ഠൻ P, മണികുളങ്ങര എന്നിവർ സംസാരിച്ചു. വിവിധ സംഘടനകളുടെ ഡിവിഷൻ ഭാരവാഹികളായ നന്ദകുമാർ PR, മണികണ്ഠൻ S എന്നിവർ നേതൃത്വം നൽകി. ഓട്ടോറിക്ഷകൾക്ക് സംസ്ഥാനത്ത് എവിടെയും ഓടാൻ കഴിയും വിധം സ്റ്റേറ്റ് വൈഡ് പെർമിറ്റ് അനുവദിക്കുന്ന കാര്യം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിഗണനയിൽ. നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ 10-ന് ചേരുന്ന യോഗം വിഷയം പരിഗണിക്കും. ഓട്ടോറിക്ഷ മേഖലയിലെ CITUവിന്റെ അപേക്ഷ പരിഗണിച്ചാണ് STA യോഗ അജണ്ടയിൽ വിഷയം ഉൾപ്പെടുത്തിയത്. നിലവിൽ അതത് ജില്ലകളിൽ മാത്രമാണ് ഓട്ടോറിക്ഷകൾ ഓടാൻ പെർമിറ്റ് ലഭിക്കുന്നത്. ഇതോടൊപ്പം സമീപ ജില്ലയിൽ 20 കിലോമീറ്റർ ദൂരം കൂടി ഓടാം എന്ന വാക്കാലുള്ള അനുമതിയും സാങ്കേതിക സൗകര്യം ഒട്ടുമില്ലാത്ത പഴയകാല ഓട്ടോറിക്ഷകൾ നിരത്തിലുണ്ടായിരുന്ന കാലത്താണ് പെർമിറ്റുകൾ ജില്ലാ അടിസ്ഥാനത്തിൽ പരിമിതപ്പെടുത്തിയത്. ഇപ്പോഴുള്ള ഓട്ടോറിക്ഷകളെല്ലാം അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ളതാണെന്നും ഈ സാഹചര്യത്തിൽ പെർമിറ്റ് സംസ്ഥാന അടിസ്ഥാനത്തിലാക്കണമെന്നുമാണ് തൊഴിലാളികളുടെ ആവശ്യം. പഴയകാല ഓട്ടോറിക്ഷകളിൽ ഡ്രൈവറുടെ സീറ്റിന് താഴെയാണ് എഞ്ചിൻ. 1 മണിക്കൂർ ഓടുമ്പോഴേക്കും എഞ്ചിൻ ചൂടാവുകയും വാഹനം നിർത്തിയിടേണ്ടി വരികയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് അന്ന് അതത് ജില്ലകളിൽ പെർമിറ്റ് പരിമിതപ്പെടുത്തിയത്. ഇപ്പോഴിറങ്ങുന്ന ഓട്ടോറിക്ഷകൾ തുടർച്ചയായി 8 മണിക്കൂർ വരെ ഓടിക്കാൻ കഴിയുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇലക്ട്രിക് വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ ഈ ഓട്ടോറിക്ഷകൾ പെർമിറ്റ് ഒഴിവാക്കിയിരുന്നു. പക്ഷേ ഇവർക്കും ജില്ലകളിൽ മാത്രമാണ് ഓടാൻ അനുമതി. ഔദ്യോഗിക അജണ്ടയായാണ് വിഷയം STA യോഗത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് മറ്റ് എതിർപ്പുകളില്ലെങ്കിൽ പാസ്സാകാനാണ് സാധ്യത. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പെർമിറ്റിന് തടസ്സമുണ്ടെങ്കിൽ അയൽ ജില്ലകളിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ഓടാൻ അനുവദിക്കണമെന്ന ആവശ്യവും രേഖാമൂലം STAയുടെ മുന്നിലുണ്ട്. പെർമിറ്റ് കൂടുതൽ ഉദാരമാകുന്നതോടെ ദീർഘദൂരത്തേക്കുള്ള ഓട്ടങ്ങൾ ലഭിക്കുമെന്നതാണ് തൊഴിലാളികൾക്ക് മുന്നിലുള്ള പ്രതീക്ഷ. ഈ അജണ്ടയ്ക്ക് പുറമെ ടൂറിസ്റ്റ് ബസ്സുകളുടെ വെള്ള നിറം മാറ്റൽ, ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ നിറം ഏകീകരിക്കൽ എന്നിവയും STA യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. കൊടുവായൂർ GBLP സ്കൂളിന്റെ സ്വന്തം കുട്ടി ബാൻഡ് ട്രൂപ്പായ ഹാർട്ട് ബീറ്റ്സ് 2ാം വർഷം ആഘോഷിച്ചു. ഒരുപക്ഷെ ഒരു LP സ്കൂളിലെ ആദ്യ ബാൻഡ് ട്രൂപ്പ് ആയിരിക്കും കൊടുവായൂർ GBLP സ്കൂളിലെ ഹാർട്ട് ബീറ്റ്സ് ബാൻഡ്. 2022 ജൂലൈ 3-ന് ഔപചാരികമായി കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V പ്രേമ, വാർഡ് മെമ്പർ PR സുനിലിന്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്തു. ദിവസേന നടക്കുന്ന അസംബ്ലി ചിട്ടയാക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായാണ് ബാൻഡ് ടീം എന്ന ആശയം ഉണ്ടായത്. മുൻ പ്രധാന അധ്യാപിക S ലക്ഷ്മിക്കുട്ടി ബാൻഡ് സെറ്റിന് വേണ്ട ഉപകരണങ്ങൾ സ്പോൺസർ ചെയ്തു. വാദ്യകലാകാരനും അധ്യാപകനുമായ ഷീൻചന്ദ്രൻ കുട്ടികളുടെ അഭിരുചി കണ്ടെത്തി പരിശീലനം നൽകി. എല്ലാ ക്ലാസുകളിലും ഓരോ ടീം ഉണ്ടെങ്കിലും അന്നത്തെ 3ാം തരത്തിലെ കുട്ടികളാണ് മികച്ച നിലവാരം പുലർത്തിയത്. ചിട്ടയായ പരിശീലനം കൂടെ ആയപ്പോൾ ഹാർട്ട് ബീറ്റ്സ് ബാൻഡ് ടീം തികച്ചും പ്രൊഫഷണൽ മാർച്ചിംഗ് ബാൻഡ് ഗ്രൂപ്പായി മാറി. കൊടുവായൂർ പഞ്ചായത്തിന്റെ മികച്ച പിന്തുണ കൂടിയായപ്പോൾ കുട്ടികൾക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി. കൊടുവായൂരിൽ വെച്ച് നടന്ന കൊല്ലങ്കോട് ഉപജില്ലാ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായികമേള, പാലിയേറ്റീവ് ദിന റാലി തുടങ്ങി പഞ്ചായത്തിലെ മിക്ക സാമൂഹ്യ സേവന പരിപാടികളിലും ടീമിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. മികച്ച പ്രകടനം കണ്ട് കൊടുവായൂർ പഞ്ചായത്തിലെ ഗവൺമെന്റ് UP സ്കൂൾ എത്തനൂരിൽ
നെന്മാറ MLA കെ ബാബു അനുവദിച്ച കെട്ടിടോദ്ഘാടനത്തിന് വന്ന മന്ത്രി വി ശിവൻകുട്ടി ബാൻഡ് ടീമിനെ നേരിട്ട് അനുമോദിക്കുകയുണ്ടായി. തുടർന്ന് കൊടുവായൂരിലെ കാലിക്കറ്റ് സർവകലാശാല B.Ed കെട്ടിട ഉദ്ഘാടനത്തിന് വന്ന മന്ത്രി ആർ ബിന്ദുവിനെ സ്വീകരിക്കാനും ഈ കൊച്ചു ബാൻഡ് ടീം മുന്നിലുണ്ടായിരുന്നു. അസംബ്ലി ചിട്ടയാക്കാൻ തുടങ്ങിയ ഹാർട്ട് ബീറ്റ് ബാൻഡ് പേര് പോലെ തന്നെ പൊതുജന ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. വിദ്യാലയ പ്രധാനാധ്യാപകൻ S. മുരുകവേലും PTA-യും മികച്ച പ്രോത്സാഹനവും പിന്തുണയുമായി രംഗത്തുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ? കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. വാർത്തകൾ തുടരുന്നു. HR തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. ഭരണകക്ഷിന്റെ ആൾക്കാർ ഇതിന്റെ പിന്നിൽ ഗൂഢതന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെയൊക്കെ ചേർത്ത് തോൽപ്പിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് മലമ്പുഴ മണ്ഡലത്തിലും അതുപോലെ തന്നെ INTUC സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ നോക്കുകുത്തിയായി എന്ത് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാം എന്നുണ്ടെങ്കിൽ അത് കണക്കുകൂട്ടൽ തെറ്റും. ഈ പറഞ്ഞ 350 തൊഴിലാളികളെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ന് തൊട്ട് ഇവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ INTUC ഏറ്റെടുത്തിരിക്കും. 70 വയസ്സുവരെ ജോലി ചെയ്യാമെന്നിരിക്കെ 60 വയസ്സ് തികഞ്ഞവരോട് പിരിഞ്ഞു പോകാൻ പറയുന്ന നടപടി അവസാനിപ്പിക്കുക. 30 വർഷമായി ജോലി ചെയ്യുന്ന HR തൊഴിലാളികൾക്ക് PF ESI നടപ്പിലാക്കുക. മിനിമം വേതനമായ 755 രൂപ നടപ്പിലാക്കുക. അരിയേഴ്സ് നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലമ്പുഴ മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിൽ HR തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് A. ഷിജു അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് വാസു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചേറാടൻ, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് MC സജീവൻ, KK വേലായുധൻ, മലമ്പുഴ മണ്ഡലം സെക്രട്ടറിമാരായ നാച്ചിമുത്തു, C. വിജയൻ, മലമ്പുഴ പഞ്ചായത്ത് മെമ്പർമാരായ ഹേമലത, ലീല തുടങ്ങിയവർ സംസാരിച്ചു. ശിവദാസൻ സ്വാഗതവും പറഞ്ഞു. അട്ടപ്പാടി ഭൂതി വഴിയൂരിൽ ഭവന നിർമ്മാണ തട്ടിപ്പിനിരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന് N. ഷംസുദ്ദീൻ MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ അഗളി ഗ്രാമപഞ്ചായത്തിലെ അട്ടപ്പാടി ഭൂതി വഴി ഊരിലെ 7 ആദിവാസി കുടുംബങ്ങൾ 2016 ഭവന നിർമ്മാണ തട്ടിപ്പിന് ഇരയായതിനെ തുടർന്ന് ഇപ്പോഴും ഇവർ നിയമ പോരാട്ടം നടത്തി വരികയാണ്. ഇവരുടെ വീട് പണി നടന്നുവരവെ ഓരോ ഘട്ടത്തിലും IDDP-യിൽ നിന്നും 7 പേരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് അനുവദിച്ചു നൽകിയ 3,77,500 രൂപ വീതം കരാറുകാർ വാങ്ങിയെടുക്കുകയും വാസയോഗ്യമല്ലാത്ത പണി പൂർത്തിയാകാത്തതുമായ വീടുകൾ നിർമ്മിച്ച് ഇവർക്ക് നൽകുകയും ആണ് ഉണ്ടായത്. വീടുകൾ വാസയോഗ്യമല്ലാതാവുകയും ഇവരുടെ ജീവനെ തന്നെ ഇത് ഭീഷണിയായതിനെ തുടർന്ന് തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങൾ കേസ് കൊടുത്തപ്പോൾ പോലീസ് കരാറുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുണ്ടായി. എന്നാൽ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കരാറുകാരുടെ തട്ടിപ്പിനിരയായവർക്ക് ഇപ്പോൾ താമസിക്കാൻ വീടില്ല. മഴയും വെയിലും കൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ആയതിനാൽ തട്ടിപ്പിനിരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ പട്ടികവർഗ വികസന വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും ഈ കേസിന്റെ നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും MLA സബ്മിഷനിലൂടെ ഉന്നയിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളുടെ മേൽക്കൂരയുടെ ചോർച്ച പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി OR കേളു മറുപടിയിൽ പറഞ്ഞു. പുതുപ്പരിയാരത്ത് തുടർച്ചയായി 2ാം ദിവസവും വാഹനാപകടം. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം തുടർച്ചയായ 2ാം ദിവസവും അപകടം. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഡീസൽ ടാങ്ക് തകർന്ന് ഇന്ധനം പുറത്തേക്ക് ഒഴുകിയെങ്കിലും അത്യാഹിതം ഒഴിവായി. ഒലവക്കോട്ട് നിന്ന് മുണ്ടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും എതിരെ വന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ചരക്ക് ലോറിയുടെ മുൻചക്രങ്ങൾ ലീഫ് സഹിതം തകർന്നു. നടപ്പാതയിൽ ഇടിച്ചാണ് ലോറി നിന്നത്. സമീപത്തെ വീടിന്റെ മതിലിനും കേടുപാടുകളുണ്ട്. ഇടിച്ച പിക്കപ്പ് വാൻ എതിർദിശയിലേക്ക് തിരിഞ്ഞുപോയി. പിക്കപ്പ് വാൻ ഡ്രൈവർ കോയമ്പത്തൂർ മേട്ടുപാളയം സ്വദേശി രാജ്യരത്നത്തിന് പരിക്കേറ്റു.
പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെ 3:15 അപകടം. കഴിഞ്ഞ ദിവസം രാവിലെ ബസ്സുകൾ കൂട്ടിയിടിച്ചിരുന്നു. റോഡിലെ വളവും ഇറക്കവും അമിത വേഗവും അശ്രദ്ധയും മഴയുമാണ് മിക്ക അപകടങ്ങൾക്കും കാരണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും നിഗമനം. തിരുവിഴാംകുന്ന് CPAUP സ്കൂളിൽ വായനാ പക്ഷാചരണത്തിന് തിറയാട്ടം അവതരണത്തോടെ സമാപനമായി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി മനോജിന്റെ നേതൃത്വത്തിലുള്ള വള്ളുവനാടൻ സംഘം അവതരിപ്പിച്ച തിറയാട്ടം വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ M മുഖ്യാതിഥിയായി. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ലോഗോ പ്രകാശനം ഇരട്ടക്കുട്ടികളായ ഷാബിയ ഷാദിയ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനവും നടത്തി. മാനേജർ CP ഷിഹാബുദ്ദീൻ, ഹെഡ് മാസ്റ്റർ ശ്രീവത്സൻ TS, SRG കൺവീനർ ബിന്ദു P ബർഗീസ്, വിദ്യാരംഗം കലാസാഹിത്യ വേദി കൺവീനർ ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. ടെൻറ്റഡാങ്. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. KSEB പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന്റെ നേതൃത്വത്തിൽ അപകട രക്ഷാപ്രവർത്തനത്തിൽ സമയോചിതമായ ഇടപെടൽ നടത്തി ജീവൻ രക്ഷിക്കാൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയവരെ ആദരിക്കലും ഡിവിഷൻ തല സുരക്ഷാ അവലോകന യോഗവും നടത്തി. അവനത് കണ്ടപ്പോൾ വന്ന് പറഞ്ഞത് ഇതുപോലെ തന്നെ അപ്പോൾ അവനെ പ്രത്യേക ഒരു കഴിവുണ്ട്. അതുപോലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിവുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കൾക്കും പിന്നെ നമ്മളെ പോലെ മുതിർന്നവർക്കുമാണ്. സമൂഹത്തിലെ മറ്റുള്ളവരാണ് അവരെ അങ്ങനെ വളർത്തിയെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു മകളാണ് നമ്മൾ ഗ്രൂപ്പിലൊക്കെ കണ്ടു കാണും, ഇഷ മരിയ എന്ന് പറഞ്ഞ ഒരു കുട്ടി. ആ കുട്ടി ഇതുപോലെയാണ് ഒരു മരം വീണ് അപകടം. KSEBയുടെ സ്കൂൾ തല സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുത്ത് അപകട രക്ഷാപ്രവർത്തനത്തിൽ സമയോചിതമായ ഇടപെടൽ നടത്തി ജീവൻ രക്ഷിക്കാൻ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ പത്തിരിപ്പാല പേരൂർ ASP സ്കൂൾ 2ാം തരം വിദ്യാർത്ഥി ഋത്വിക്കിനെയും സ്കൂൾ തല ക്ലാസുകൾ നടത്തി വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ മേൽനോട്ടം വഹിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ P പ്രേമകുമാരനെയും യോഗം ആദരിച്ചു. ചീഫ് സേഫ്റ്റി ഓഫീസർ ഷീബ ഇവാൻസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഉപഹാരസമർപ്പണവും അവർ നിർവഹിച്ചു. പാലക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാമപ്രകാശ് KV അധ്യക്ഷത വഹിച്ചു. സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരായ റജൂല ശെൽവരാജ് V, അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ K പ്രേമകുമാരൻ, അനീഷ് ജലീൽ, സംഘടനാ പ്രതിനിധികളായ KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം P നിത്യ, KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന കമ്മിറ്റി അംഗം V മുരുകൻ, കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം MC ആനന്ദൻ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഗ്രസ് ജനാർദ്ദൻ, കേരള വൈദ്യുതി മസ്ദൂർ സംഘ് ജില്ലാ സെക്രട്ടറി P പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഈ വർഷത്തെ ദേശീയ വൈദ്യുത സുരക്ഷ സന്ദേശമായ സുരക്ഷ ആരംഭിക്കുന്നത് സ്കൂളിൽ എന്ന സന്ദേശ പ്രചരണത്തിനായി സബ് ഡിവിഷൻ സേഫ്റ്റി ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഡിവിഷൻ പരിധിയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസുകളും വൈദ്യുതി അപകടങ്ങൾ ഉണ്ടായാൽ അത് നേരിടേണ്ടത് എങ്ങനെയെന്ന് പരിശീലനം നടത്തുകയും ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ നേതൃത്വം നൽകി. വൈദ്യുതി പ്രതിഷ്ഠാപനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ അകലം പാലിക്കണമെന്നും വൈദ്യുതി ലൈനുകൾ പൊട്ടിവീഴുന്നതടക്കം അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KSEB നമ്പറിലോ ബന്ധപ്പെട്ട സെഷൻ ഓഫീസുകളിലോ അറിയിക്കണമെന്ന് യോഗം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. നവീകരണം നടക്കുന്ന ചിറക്കൽപ്പടി കാഞ്ഞിരപ്പുഴ റോഡിൽ അപകടം പതിവാകുന്നു. 6 ദിവസത്തിനിടയിൽ വലുതും ചെറുതുമായ 4 അപകടങ്ങൾ നടന്നു. ഇതിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരു വർഷത്തിനിടെ അപകടത്തിൽ ഒരു ജീവനും നഷ്ടമായി. പുതിയ റോഡിൽ അമിതവേഗവും അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണം. റോഡിൽ ശ്രദ്ധയും കരുതലും വേണമെന്ന ആവശ്യം ശക്തം. ഞായറാഴ്ച ഉച്ചയ്ക്ക് പാലാമ്പട്ടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഇതിൽ അവസാനത്തേത്. ഇതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ബൈക്കും കാറും തമ്മിലും ചെറിയ അപകടമുണ്ടായി. 2
2 അപകടങ്ങളിലും യാത്രക്കാർക്ക് കാര്യമായി പരിക്കില്ലാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാത്രി പൊറ്റശ്ശേരിക്ക് സമീപം കാർ, ഓട്ടോറിക്ഷ, സ്കൂട്ടർ എന്നിവ കൂട്ടിയിടിച്ചു. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ ചൊവ്വാഴ്ച അമ്പാഴക്കോട് മിനി വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് മിനി വാനിൽ നിന്ന് ഡീസൽ ചോർന്നതും ആശങ്കയായി. മണ്ണാർക്കാട്ടിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തി ഇത് നീക്കം ചെയ്തു അപകട ഭീഷണി ഒഴിവാക്കി. ഇതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് പൊറ്റശ്ശേരിക്ക് സമീപം പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. നവീകരിച്ച റോഡിൽ സീബ്ര ലൈൻ അടക്കമുള്ള മുന്നറിയിപ്പ് ബോർഡുകളും ഒരുക്കിയിട്ടുണ്ടെങ്കിലും അശ്രദ്ധയും അമിത വേഗവും കാരണം റോഡ് അപകടങ്ങളും വർദ്ധിച്ചു. നാട്ടുകാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സ്ഥിതിയാണ്. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? നമ്മുടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ചെർപ്പുളശ്ശേരിയിൽ വീട്ടിൽ നിധിയുണ്ടെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് 8 പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത വ്യാജസിദ്ധൻ അറസ്റ്റിൽ. 45-കാരൻ തിരുമിറ്റക്കോട് നെല്ലിക്കാട്ടിരി തെക്കുംകര വളപ്പിൽ റഫീഖ് മൗലവിയാണ് പിടിയിലായത്. നെല്ലായ സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ്. സമൂഹ മാധ്യമത്തിൽ ചാരിറ്റി സംബന്ധമായ വന്ന പോസ്റ്റിന് താഴെ സഹായം അഭ്യർത്ഥിച്ച് ഫോൺ നമ്പർ സഹിതം കമന്റിട്ട വീട്ടമ്മയാണ് തട്ടിപ്പിനിരയായത്. വീട്ടമ്മയെ ഫോണിൽ ബന്ധപ്പെട്ട റഫീഖ് മൗലവി വിവരങ്ങൾ അന്വേഷിക്കുകയും താൻ സിദ്ധനാണെന്നും പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു തരാമെന്നും പറഞ്ഞ വീട്ടമ്മയുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു. അബ്ദുൾ റഷീദ് തങ്ങൾ എന്ന വ്യാജ പേരിലായിരുന്നു തട്ടിപ്പ്. ആദ്യം പ്രാർത്ഥനയും മന്ത്രങ്ങളും എല്ലാം നിർദ്ദേശിച്ചാണ് താൻ സിദ്ധനാണെന്ന വിശ്വാസം ഇയാൾ സൃഷ്ടിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഇത്. തുടർന്ന് ഫോണിലൂടെ വീട്ടമ്മയുമായി ബന്ധപ്പെട്ട ഇയാൾ ഇവരുടെ വീടിനകത്ത് നിധിയുണ്ടെന്നും അത് കിട്ടുന്നതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും വിശ്വസിപ്പിച്ചു. ചില മന്ത്രങ്ങളും ക്രിയകളും ചെയ്താൽ ഇത് പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു ഉറപ്പ്. ഇതിനായി വീട്ടിലുള്ള സ്വർണ്ണാഭരണങ്ങൾ 7 ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറ്റണമെന്നും താൻ വിടുന്ന ആളുടെ കയ്യിൽ ഇവ കൊടുത്തു വിടണമെന്നും നിർദ്ദേശിച്ചു. ഇതുപ്രകാരം മാർച്ച് 1 റഫീഖ് മൗലവി പറഞ്ഞതുപ്രകാരം നെല്ലായിൽ കാത്തുനിന്ന അയാൾക്ക് വീട്ടമ്മ തന്റെ 8 പവൻ ആഭരണങ്ങൾ കൈമാറി. വീട്ടമ്മയിൽ നിന്ന് സ്വർണം കൈക്കലാക്കാൻ വന്നതും റഫീഖ് മൗലവി തന്നെയായിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വീട്ടമ്മ ഇയാളെ മുൻപ് നേരിൽ കാണാത്തതിനാൽ തിരിച്ചറിഞ്ഞില്ല. തുടർന്ന് 2 ആഴ്ചയോളം ഫോണിൽ ഇരുവരും ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും നിധി ലഭിക്കാതെ വന്നതോടെ വീട്ടമ്മ സ്വർണം തിരികെ ആവശ്യപ്പെട്ടു. എന്നാൽ മാർച്ച് 21 റഫീഖ് മൗലവിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. തുടർന്നാണ് ഇവർ ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തൃശൂർ വടക്കാഞ്ചേരി അമ്പലപുരത്തെ വാടക വീട്ടിൽ നിന്നാണ് റഫീഖ് മൗലവിയെ കസ്റ്റഡിയിലെടുത്തത്. SI-മാരായ ഡി ഷബീബ് റഹ്മാൻ, TP സുനിൽകുമാർ, CPO-മാരായ ജിജോമോൻ, ദീപു, സാജിദ്, ശ്രീജ എന്നിവരടങ്ങുന്ന സംഘമാണ് റഫീഖ് മൗലവിയെ പിടികൂടിയത്. ഇയാളെ ഒറ്റപ്പാലം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഇനി അല്പം ആരോഗ്യം. ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്ന പോഷകമാണ് വൈറ്റമിൻ B12. നോക്കാം, ഇത് ശരീരത്തിന് സ്വയം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിലൂടെ മാത്രമാണ് ഇത് ശരീരത്തിലെത്തുക. കോശങ്ങളിലെ ജനിതക വസ്തുവായ DNA-യുടെ സമന്വയത്തിന് കൊബാലമിൻ ആവശ്യമാണ്. കൂടാതെ അസ്ഥിമജ്ജയിൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിൽ വൈറ്റമിൻ B12 നിർണായക പങ്ക് വഹിക്കുന്നു. വിളർച്ച, ക്ഷീണം, ബലഹീനത, ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, ശ്രദ്ധക്കുറവ്,
ഓർമ്മക്കുറവ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൊബാലമിന്റെ കുറവ് കാരണമാകും. പാലുൽപ്പന്നങ്ങൾ, ഇറച്ചി, മത്സ്യം, പൗൾട്രി, ചീസ്, സിറിയലുകൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. മുതിർന്നവരിൽ ഒരു ദിവസം 2.4 മൈക്രോ വൈറ്റമിൻ B12 ആവശ്യമുണ്ടെന്നാണ് കണക്ക്. ശരീരത്തിൽ വൈറ്റമിൻ B12 അഭാവം അരുണരക്താണുക്കളുടെ ഉൽപാദനം കുറയ്ക്കുകയും ഇത് കലകളിലേക്ക് എത്തുന്ന ഓക്സിജന്റെ അളവിൽ കുറവുണ്ടാക്കുകയും ചെയ്യും. ഇത് വിളർച്ച, ക്ഷീണം എന്നിവ ഉണ്ടാക്കുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. വൈറ്റമിൻ B12 അഭാവം ഉണ്ടായാൽ ശരീരം നൽകുന്ന സൂചനകൾ ശ്രദ്ധിക്കാതെ പോകരുത്. മരവിപ്പ്, ക്ഷീണം, ഓക്കാനം, വിശപ്പില്ലായ്മ, തളർച്ച, വിളർച്ച, ശരീരഭാരം കുറയുക, അസ്വസ്ഥത, നാവിലും വായിലും വേദന, കൈകാലുകൾക്ക് തരിപ്പ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ബോൺമാരോ, രക്തം, നാഡീവ്യവസ്ഥ ഇവയെല്ലാം വൈറ്റമിൻ B12 അഭാവം ബാധിക്കും. ഇത് ചികിത്സിക്കാതിരുന്നാൽ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും അരുണ രക്തകോശങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. വൈറ്റമിൻ B12 അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിനൊപ്പം ജീവിതശൈലിയിലും മറ്റും മാറ്റം വരുത്തേണ്ടതുണ്ട്. പുകവലി, മദ്യപാനം ഒഴിവാക്കുന്നതിലൂടെ മെച്ചപ്പെട്ട രീതിയിൽ വൈറ്റമിൻ B12 ആഗിരണം ചെയ്യാൻ ശരീരത്തെ സഹായിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സർവീസ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും യാത്രക്കാരും നഗരസഭാ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ജില്ലയിൽ വയറിളക്കം രോഗബാധ വ്യാപകമായി, ജാഗ്രതയോടെ നീങ്ങണമെന്ന് ആരോഗ്യ വിഭാഗം. സർക്കാർ നയം നിർമ്മാണ മേഖലയെ സ്തംഭിപ്പിച്ചുവെന്ന് ലെൻസ്ഫെഡ്. വൈദ്യുതി കാര്യാലയം അടിച്ചു തകർത്ത് ജീവനക്കാരനെ ആക്രമിച്ചതിൽ പാലക്കാട് വൈദ്യുതി ജീവനക്കാരുടെ സംയുക്ത പ്രതിഷേധം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.